കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് പുതിയ ഇൻവെസ്റ്റർ ഓണറോ ഒക്കെ കിട്ടുന്നതിന്റെ സന്തോഷത്തിലും തരിപ്പിലുമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഇരിക്കുന്നത്. പക്ഷേ ആസ് എൻ ഇന്ത്യൻ ഫുട്ബോൾ ഫാൻ ഇന്നത്തെയോ ദിവസം അത്രയും അങ്ങോട്ട് സന്തോഷിക്കാൻ പറ്റത്തില്ല. കാരണം ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റേഴ്സിൽ ഒരാളായിട്ടുള്ള JRD ടാറ്റ ഗ്രൂപ്പിന്റെ കീഴിലുള്ള ജംഷഡ്പൂർ FC ഇത്തവണ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അവർ ISL നിന്നും പിന്മാറിയെന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഓപ്പറേഷൻസിൽ നിന്നും അവർ പിന്മാറിയെന്നല്ല അർത്ഥം. മറ്റ് ലീഗുകളിൽ അവരുടെ പാർട്ടിസിപ്പേഷനും പിന്നെ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും ഇൻക്ലൂഡിംഗ് ദെയർ ഗ്രാസ് റൂട്ട് ലെവൽ ആക്ടിവിറ്റീസ് പോലും പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാനാണ് അവരുടെ തീരുമാനം. FSDLനെ പോലെ ഒരു നടത്തിപ്പുകാർ എന്തുകൊണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിന് അനിവാര്യമാണ് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോഴുള്ള ജംഷഡ്പൂരിന്റെ വിടവാങ്ങല്. JRD ടാറ്റ കോംപ്ലക്സ് എല്ലായ്പ്പോഴും ആരാധകരാൽ ഫില്ല് ചെയ്യപ്പെട്ടിരുന്ന ഒരു സ്റ്റേഡിയം കൂടിയാണ്. ആ ആരാധകർക്ക് കൂടിയാണ് ഏറ്റവും വലിയ നഷ്ടം ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒരു തവണ ISL ചാമ്പ്യന്മാരായിട്ടുള്ള ഷീൽഡ് ജേതാക്കളായിട്ടുള്ള ജംഷഡ്പൂരിന്റെ അവസ്ഥയാണ് ഇത്. അവർക്ക് സാമ്പത്തിക നഷ്ടമോ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ല. അവർ ഇത്തവണ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അങ്ങോട്ട് പങ്കെടുക്കുന്നില്ല. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ നടത്തിപ്പുകളോടുള്ള വിയോജിപ്പ് മൂലമാണ് അവർ പങ്കെടുക്കാത്തത്. സാമ്പത്തിക നഷ്ടമൊന്നും അല്ല കാരണം.